എമ്പുരാന്റെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്ത് തോന്നി കണ്ട്? മലയാള സിനിമയുടെ ഛായ തന്നെ മാറ്റിമറിക്കും. ടീച്ചറൊക്കെ കണ്ടിട്ട് നോ കമൻസ് എന്നുള്ളതാണ്. അത്രയും ഗംഭീരമാണ്. രാജു പിന്നെ നല്ലൊരു ക്രാഫ്റ്റ്മാനാണ്. അതുകൊണ്ടാണ് ഞാൻ രാജുവിനടുത്ത് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളൊക്കെ ഡയറക്ഷൻ നിർത്തണം, നീ എന്നെ തുടങ്ങിയിട്ടാണ് ചെറിയ സ്കെയിലിൽ ഇവിടെ ചെറിയൊരു പടം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, അതാ ഭവ്യതയുടെ അൾട്ടിമേറ്റാണ്. രാജുവിനെ സംബന്ധിച്ച് എമ്പുരാനൊക്കെ ചെറിയ പടമായിരിക്കും. കാരണം ഇനി വരാനുള്ള പ്രൊജക്റ്റ് ഒക്കെ ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ടായിരിക്കും രാജു ഒരു പുതിയൊരു തലമുറയുടെ വലിയൊരു ഡയറക്ടർ. എന്തായാലും ഈ വർഷം കൊണ്ടുപോകുന്ന യെസ്, അങ്ങനെ ആവട്ടെ. ചേട്ടനുണ്ടോ എമ്പുരാനിൽ? ഇല്ല. സാറിന് സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ ഖുറൈശി എബ്രഹാമാണോ ഫേവറേറ്റ് ക്യാരക്ടർ? സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ഖുറൈശി എബ്രഹാമാണോ ഫേവറേറ്റ് ക്യാരക്ടറിൽ? എനിക്ക് മോഹൻലാലാണ്. നിങ്ങൾ എന്ത് ക്യാരക്ടർ കൊടുത്താലും ചെയ്യും. എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തി അത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടായിരുന്നു. സാറിന് ലാലേട്ടൻ വെച്ചൊരു പടം വരുന്നു, പ്ലാനിങ്ങിലുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കും. പക്ഷെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് സാറ് ഒരു പ്രൊജക്റ്റ് ലാലേട്ടൻ വെച്ച് ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് ലൈനിലുണ്ട്. അതിന് വേറെ കുറച്ച് ഘടകങ്ങൾ അതിനകത്ത് ചേരാനുണ്ട്. അത് ചേർന്നത് നമ്മൾ ലാലേട്ടനോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടാളൊക്കെ തന്നെയാണ് ഒരു ഓപ്പറേഷൻ കഥയാണ്. പട്ടാളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ ഓപ്പറേഷൻ ആ ലെവലല്ല. ഇത് വേറൊരു ലെവലാണ്. അല്ല, ഇത് വേറൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേരും അപ്പുറം അപ്പോൾ മതി. ആരാണ് ഇവിടെയാണോ? ഓക്കെ.